ഗുഡ് ഈവനിങ്. കോലഞ്ചേരി സെൻറ് മീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെയും കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് മറീന ബാബു, സെൻറ് മീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിലെ ഫിസിക്കൽ സയൻസ് ഓപ്ഷൻ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെർമി കമ്പോസ്റ്റിംഗ് എന്നുള്ളതാണ്. Vermi composting is an emerging technology for recycling of crop residues and other organic solid wastes by the utilization of earthworms to convert them into vermicompost. Vermi എന്ന വാക്കിൻ്റെ അർത്ഥം വേം എന്നുള്ളതാണ്. എർത്ത്വേംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഡികമ്പോസിബിൾ ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്ന രീതിയാണ് വെർമി കമ്പോസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. Vermicomposting is a method of making compost with the use of earthworms, which generally live in soil, eat biomass and excrete it in digested form. Earthworms consume large quantities of organic matter and excrete soil as cast. Earthworms ഈ ബയോമാസിനെ കൺസ്യൂം ചെയ്യുകയും പിന്നീട് അതിനെ ഡൈജസ്റ്റഡ് ഫോമിൽ എക്സ്ക്രീറ്റ് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്തരത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റഡ് ഫോമിനെ വേം കാസ്റ്റ് അഥവാ ബ്ലാക്ക് ഗോൾഡ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ക്യാൻ ബി കൺസിഡർ ആസ് എ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസ്. ഈ വെർമി കമ്പോസ്റ്റ് ന്യൂട്രിയൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് വെർമി കമ്പോസ്റ്റിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. ഗ്രീൻ റെവല്യൂഷൻ്റെ എല്ലാം കാലഘട്ടത്തിൽ അഗ്രോ കെമിക്കൽസ് അമിതമായിട്ട് ഉപയോഗിച്ചുള്ള ഒരു കൃഷിരീതിയാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അഗ്രോ കെമിക്കൽസിൻ്റെ അമിതമായ ഉപയോഗം സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഇല്ലായ്മ ചെയ്തു. ഒപ്പം സോയിലിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ഓർഗാനിസംസിനെയും ഇത് ഹാംഫുള്ളായിട്ട് ബാധിച്ചു. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തിനും ഇത് ഭീഷണിയായിരുന്നു. ഈ സാഹചര്യത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എക്കണോമിക്കലി വയബിളായ, സോഷ്യലി സേഫായ, എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവിനെ അന്വേഷിച്ചു. അഗ്രോ കെമിക്കൽസിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഏകദേശം 1980 ആയപ്പോഴേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫാമേഴ്സ് പുതിയൊരു കൃഷിരീതി അവലംബിച്ചിരുന്നു. ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷി. ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ആവശ്യമായിട്ട് വന്നു. ജൈവവളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നാച്ചുറൽ കമ്പോസ്റ്റിംഗ് ആയിരുന്നു. എന്നാൽ നാച്ചുറൽ കമ്പോസ്റ്റിംഗ് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു എന്നതാണ് അവർ നേരിട്ട പ്രധാന വെല്ലുവിളി. ഈ സാഹചര്യത്തിലാണ് വേംസിനെ ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറൽ കമ്പോസ്റ്റിംഗ് ത്വരിതപ്പെടുത്താൻ സാധിക്കുമെന്ന് അവർ തിരിച്ചറിയുന്നത്. വെർമി കമ്പോസ്റ്റിംഗ് എന്ന ടെക്നോളജി ഡെവലപ്പിന് കാരണമായതും ഇത് തന്നെയാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ എർത്ത്വേംസിൻ്റെ 2 പ്രധാനപ്പെട്ട സ്പീഷീസുകളാണ് വെർമി കമ്പോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്: ഈസ്നിയ ഫോയിറ്റിഡ ആൻഡ് എറിഡ്രിഡസ് എവാഞ്ചിനിയ. ഇവയിൽ ഈസ്നിയ ഫോയിറ്റിഡയാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. ഇതിനെ റെഡ് വേം എന്നുകൂടെ വിളിക്കാറുണ്ട്. ഈസ്നിയ ഫോയിറ്റിഡ അഥവാ റെഡ് വേം possess high multiplication rate, so it converts the decomposable material into compost within 40 to 50 days. ഈസ്നിയ ഫോയിറ്റിഡയ്ക്ക് പെറ്റുപെരുകുവാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് തന്നെ ഓർഗാനിക് മെറ്റീരിയൽസിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നു. മാത്രമല്ല ഇതൊരു സർഫസ് ഫീഡർ എർത്ത്വേം ആയതുകൊണ്ട് ടോപ്പിൽ നിന്ന് തന്നെയായിരിക്കും ഇതിൻ്റെ കൺവേർഷൻ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്ന ന്യൂട്രിയൻ റിച്ച് ആണ്. ഇനി ഏതെല്ലാം ന്യൂട്രിയൻസ് ആണ് ഇതിലുള്ളത് നമുക്ക് പരിശോധിക്കാം. ഓർഗാനിക് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, സൾഫർ, കോപ്പർ, അയൺ ആൻഡ് സിങ്ക്. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും വെർമി കമ്പോസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ്. അതുകൊണ്ട് തന്നെ ഇതിനാണ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസ് എന്ന് നാം വിളിക്കുന്നത്. വെർമി കമ്പോസ്റ്റ് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. എർത്ത്വേംസിന് വളരാനായിട്ട് pH റേഞ്ച് എപ്പോഴും ന്യൂട്രലാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. മോയ്സ്ചർ കണ്ടൻറ്റ് 60 to 70% മെയിൻറ്റെയിൻ ചെയ്യണം. എയറേഷൻ 50% മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. 80 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും മറക്കരുത്.
വെർമി കമ്പോസ്റ്റിംഗ് നടത്തേണ്ടത് ഹാച്ചർ റൂഫ്സിൻ്റെ അടിയിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് വേംസിനെ മഴയിൽ നിന്നും വെയിലിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡികമ്പോസിബിൾ ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെയാണ് ഇവിടെ കമ്പോസ്റ്റ് ചെയ്യുന്നത്. ഡികമ്പോസിബിൾ ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അനിമൽ എക്സ്ക്രീറ്റയും കിച്ചൺ വേസ്റ്റുകളും ഫാം വേസ്റ്റുകളും എല്ലാം അതിൽ ഉൾപ്പെടും. അനിമൽ എക്സ്ക്രീറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൗഡങ് ആണ് ഉപയോഗിക്കുന്നത്. ഏതൊരു ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽ എടുക്കുമ്പോഴും അതിനെ ഫൈനലി ചോപ്പ് ചെയ്യാനായിട്ട് മറക്കരുതെന്നാണ് വെർമി കമ്പോസ്റ്റിംഗ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. വെർമി കമ്പോസ്റ്റിംഗ് തന്നെ 2 വിധത്തിലുണ്ട്. ലാർജ് സ്കെയിൽ വെർമീസ് കമ്പോസ്റ്റിങ്ങും സ്മോൾ സ്കെയിൽ വെർമി കമ്പോസ്റ്റിംഗ്. വെർമി കമ്പോസ്റ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചും അതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചും ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചും എല്ലാം തുടർന്ന് നിങ്ങളോട് അഭിയ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അബിയ ജോയ് എന്നാണ്. ഞാൻ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ബി എഡ് ട്രെയിനിങ് കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഫിസിക്കൽ സയൻസ് ആണ് ഓപ്ഷൻ. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെർമി കമ്പോസ്റ്റിംഗ് ടെക്നോളജി, അതിൻ്റെ പ്രൊസീജിയർ, മെത്തേഡ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നിവയാണ്. ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്താണ് വെർമി കമ്പോസ്റ്റിംഗ്, എങ്ങനെ ആ പേര് വന്നു, ആ പേരിൻ്റെ മീനിങ് എന്താണ്, അതേപോലെ അതിൻ്റെ pH റേഞ്ച്, ന്യൂട്രിയൻ കണ്ടൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ മനസ്സിലാക്കാൻ പോകുന്നത് വെർമി കമ്പോസ്റ്റിംഗ് ടെക്നോളജിയിലെ മെയിൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡിൽ നമുക്കിവരെ പ്രിപ്പയർ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ചിലവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാറുണ്ട്. അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന രീതിയിൽ സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടും ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. പിന്നീട് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, നമുക്കിതിനെ സ്മോൾ സ്കെയിൽ രീതിയിലും നമുക്ക് വീടുകളിലും എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം, നമുക്ക് റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കൊണ്ടുവരാൻ പറ്റുക, പിന്നെ നമ്മൾ എത്രമാത്രം ഓർഗാനിക് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് വെർമി കമ്പോസ്റ്റ് കിട്ടുന്നു, അങ്ങനെയുള്ള ഒരു ഏകദേശ കാൽക്കുലേഷൻ, ദെൻ മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇൻട്രൊഡക്ടറി പാർട്ട് കേട്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഏത് സ്പീഷീസ് ഓഫ് എർത്ത് വേമിനെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഡീകമ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓർഗാനിക് മെറ്റീരിയൽ. നമ്മൾ റെഡ് എർത്ത് വേമിനെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് വേമിനെ നമുക്ക് കോമൺ ആയിട്ടും കാണാൻ പറ്റുന്നത് നമ്മുടെ സോയിലിൽ തന്നെ ഉണ്ട് എർത്ത് വേംസ്, അല്ലാതെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമുക്ക് എർത്ത് വേംസിൻ്റെ നമ്പർ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം മെത്തേഡ്സാണ്. പ്രൊസീജിയറിന് മുന്നേ മെത്തേഡ്സിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെത്തേഡ്സിനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ടും 2 രീതിയിലുള്ള മെത്തേഡ്സാണുള്ളത്, ബെഡ് മെത്തേഡും പിറ്റ് മെത്തേഡും. അതിൽ ബെഡ് മെത്തേഡായിരിക്കും കുറച്ചുകൂടി ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. കാരണം ഒരു സ്പെസിഫിക് ഏരിയ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പലരുടെയും സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് ഒത്തിരി സ്ഥലവും ഒത്തിരി പറമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും, ചിലർക്ക് കുറച്ചൊരു ഏരിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമ്മളൊരു ഏരിയ കണ്ടെത്തി അവിടെ ബെഡ് പോലെ 1, 2, 3 അങ്ങനെ ലെയേഴ്സായിട്ട് ഈ ഓർഗാനിക് മെറ്റീരിയൽ ഇട്ടിട്ട് കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് എർത്ത് വേംസിനെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ബെഡ് മെത്തേഡ്. അപ്പോൾ ബെഡ് മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ എയറേഷൻ നടക്കും. പിന്നെ വാട്ടർ സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട്, അതായത് ഈച്ച് കോർണറിലും എന്തുണ്ടാവും, ആ വാട്ടർ കണ്ടൻറ്റ് എത്തുകയും ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം, ബെഡ് മെത്തേഡ്. പിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു കുഴി അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അതിനകത്താണ് നമ്മളിങ്ങനെ ഓരോ ലെയറായിട്ട് ഈ ഓർഗാനിക് മെറ്റീരിയൽ, എർത്ത് വേം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ പിറ്റ് മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റഡ് ഫ്ലോർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ സിമെൻറ്റഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം
എന്താണ് പ്രോപ്പർ എയറേഷൻ നടക്കത്തില്ല. പിന്നെ വാട്ടർ എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് സപ്ലൈ, അതായത് ഈച്ച് കോർണറിലേക്കും ഓർഗാനിക് മെറ്റീരിയലിൻ്റെ എത്തത്തില്ല. അപ്പോൾ പിറ്റ് മെത്തേഡിനേക്കാളും പ്രിഫറബിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ബെഡ് മെത്തേഡാണ്. ഓക്കെ, പിറ്റ് മെത്തേഡ് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ ഹൗസ് ഹോൾഡ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ സെഷനിൽ നമ്മൾ മെയിനായിട്ടും പറയുന്നത്. നമുക്ക് വീടുകളിൽ എങ്ങനെ സ്വന്തമായിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് സെയിലിനൊക്കെ ആയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻകം കൂടി കിട്ടും. നമുക്ക് വേറെ മുതൽ മുടക്കൊന്നുമില്ല. ഈ എർത്ത് വേംസിനെ കൾച്ചർ ചെയ്തെടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ റോ മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പ്രൊസീജിയറിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. പ്രൊസീജിയർ ഓരോ സ്റ്റെപ്സായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, മോസ്റ്റ്ലി പ്രിപ്പയർഡ് ഇൻ ഐദർ പിറ്റ് ഓർ ഹീപ്പ് മെത്തേഡ് ഇൻ എ ഷെയ്ഡി ഏരിയ ഇൻ ദി ഫാം. ഇവിടെ ഫാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തിൻ്റെ പുറകിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഡയമെൻഷൻ പറയുന്നുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെഷർമെൻ്റ് ആണ്. ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അറിഞ്ഞിരിക്കുക. 10x4x2 ഫീറ്റാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് 3 ലെയറിലാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. അപ്പോൾ അവിടെ എന്തൊക്കെ ടൈപ്പ് ഓർഗാനിക് മെറ്റീരിയൽ ഓരോ ലെയറിലും ഉണ്ടാവണം, അതാണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് ലെയറിൽ സോഫ്റ്റ് ആയിട്ടുള്ള ലീവ്സ് വേണം ഇടാനായിട്ട്. സോഫ്റ്റ് ലീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ എയറേഷനും പ്രോപ്പർ വാട്ടർ സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള സോഫ്റ്റ് ലീവ്സ് ചോപ്പ് ചെയ്തിടുകയാണ് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് ലെയറിൽ പറയുമ്പോൾ കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ഓർഗാനിക് റെസിഡ്യൂസ് നമുക്കിടാം. അതിപ്പോൾ ചിലപ്പോൾ കിച്ചൺ വേസ്റ്റ് ആവാം, വെജിറ്റബിൾ വേസ്റ്റ് ആവാം, അതേപോലെ സ്റ്റെംസ് ആവാം. നമ്മൾ പ്ലാന്റ്സിൻ്റെ സ്റ്റെംസൊക്കെ ഉണ്ടല്ലോ, സ്റ്റെം ആവാം, ലീഫ് ആവാം, ഏതും ആയിക്കോട്ടെ, അതും ചോപ്പ് ചെയ്തിടണം. ഒരിക്കലും നമ്മൾ മുഴുവനായിട്ട് ഇപ്പോൾ നമുക്ക് വലിയൊരു തണ്ട് കിട്ടി, ആ തണ്ട് മുഴുവനോടെ കൊണ്ടുപോയി ഇടരുത്. എന്ത് ചെയ്യുക, ഫൈനായി ചോപ്പ് ചെയ്യുക. അത് തീരെ ചെറുതാക്കണം എന്നല്ല, എന്നാലും ഒരു മീഡിയം സൈസിൽ അല്ലെങ്കിൽ ഒരു മിനിമൽ സൈസിൽ നമ്മൾ എന്ത് ചെയ്യണം, ചോപ്പ് ചെയ്തിട്ട് വേണം ഇടാൻ. കാരണം എന്ന് വെച്ചാൽ ഈ ഡീകമ്പോസിഷൻ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ എർത്ത് വേം എന്ത് ചെയ്യണം, ഈ ഓർഗാനിക് മെറ്റീരിയലിൽ ആക്ട് ചെയ്ത് അത് ഡീകമ്പോസ് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്തിടുന്നത്. പിന്നെ തേർഡ് ലെയറിൽ നമ്മൾ ഡങ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയി കിട്ടുന്നത് കൗഡങ്ങാണ്. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പരിസരത്തെ വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന ഇത് കൗഡങ്ങാണ്. അപ്പോൾ കൗഡങ്ങ് യൂസ് ചെയ്യുക. ദെൻ എന്തും കൂടെ വേണം, വാട്ടറും കൂടെ വേണം. പ്രോപ്പറായിട്ടുള്ള വാട്ടർ സപ്ലൈ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതാണ് റെഗുലർ വാട്ടറിങ് ഷുഡ് ബി ഡൺ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുമാത്രം റോ മെറ്റീരിയൽസ് ഉണ്ടോ, അതായത് ഇപ്പോൾ ചില വീടുകളിൽ എടുക്കാനായിട്ട് കുറച്ച് ഓർഗാനിക് വേസ്റ്റുകളേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് കൂടുതലുണ്ടാവും. അപ്പോൾ ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്, അവരാണല്ലോ റോ മെറ്റീരിയൽസ്, അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് പിന്നെ നമ്മുടെ സ്ഥല സൗകര്യങ്ങളനുസരിച്ച് എത്ര ബെഡ് വേണമെങ്കിലും ഇതേപോലെ മേക്ക് ചെയ്യാം. അതായത് 1, 2, 3 ലെയർ, അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. ഈ സെയിം ബെഡ് തന്നെ പല രീതിയിൽ അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ നമ്മൾ ഇതുവരെ എർത്ത് വേംസിനെ എന്ത് ചെയ്തിട്ടില്ല, ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എർത്ത് വേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനൊരു പർട്ടിക്കുലർ കണക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്. 1 മീറ്റർ സ്ക്വയറിൽ നമ്മൾ ഓൾറെഡി 10x4x2 ഫീറ്റ് വേണം ഈ ബെഡ് എന്ന് പറഞ്ഞു. അതിൽ 1 മീറ്റർ സ്ക്വയറിൽ ഏകദേശം 1000 to 2000 എർത്ത് വേംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. എങ്കിലാണ് പ്രോപ്പറായിട്ടുള്ള എന്ത് നടക്കുള്ളൂ, ഡീകമ്പോസിഷൻ നടക്കുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നത് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിപ്പോൾ നമുക്ക് എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ പോകുമ്പോഴാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇച്ചിരിയും കൂടെ ശ്രദ്ധ വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഡിലേ ആയാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റൊക്കെ നമ്മൾ തുടങ്ങി
ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ എന്തിനാണ് പ്രോപ്പറായിട്ട് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനൊരു 25 to അപ്രോക്സിമേറ്റ്ലി 40 ഡേയ്സ് താമസമുണ്ട് കമ്പോസ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡേയ്സിൻ്റെ നമ്പർ കൂടും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു സെയിൽ പർപ്പസിൻ്റെ ഒരു വ്യൂവിലാണ് പറയുന്നത് നമ്മൾ ഈ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. നമുക്കിപ്പോൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എപ്പോഴും പ്രശ്നം വരത്തില്ല. കാരണം നമ്മൾ എല്ലാം ഇപ്പോൾ ഇൻഡസ്ട്രിയലിൽ മേക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൽ മേക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും വീട്ടിൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമ്മുടേതായ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു ടെമ്പറേച്ചർ, ഒരു സർട്ടൺ ടെമ്പറേച്ചർ വരെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ആ ടെമ്പറേച്ചർ ഇവിടെ ഏകദേശം പറയുന്നത് 66 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ടെമ്പറേച്ചർ അറ്റ് ദ ബിഗിനിങ് മേ റീച്ച് അപ് ടു 66 ഡിഗ്രി സെൽഷ്യസ്. ഹെൻസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ എർത്ത് ഷുഡ് ബി ഡൺ ആഫ്റ്റർ 2-3 വീക്സ്. അപ്പോൾ 66 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു 2-3 വീക്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എർത്ത് വേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കറക്റ്റായിട്ട് ഡേ പറയുകയാണെങ്കിൽ നമ്മൾ എന്നാണോ ബെഡ് വെച്ച് ഓർഗാനിക് മെറ്റീരിയൽസിനെ അറേഞ്ച് ചെയ്തത് ഫ്രം ദാറ്റ് ഡേ 24th ഡേ, ദ നെക്സ്റ്റ് 24th ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. 24ാമത്തെ ദിവസം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ എർത്ത് വേംസിനെ നമ്മുടെ ഈ ഓർഗാനിക് വേസ്റ്റ് അല്ലെങ്കിൽ ആ ബെഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ ആഫ്റ്റർ ദ ഹീപ്പ് കൂൾസ് ഡൗൺ, ഹോൾസ് ഷുഡ് ബി ഡഗ് ആൻഡ് 50 to 100 എർത്ത് വേംസ് ഷുഡ് ബി ഡ്രോപ്ഡ് ഇൻ ഈച്ച് ഹോൾ. ഇതും സ്മോൾ സ്കെയിൽ യൂണിറ്റിലേക്കാണ് നമ്മൾ പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ഹീപ്പായിട്ട് ഇങ്ങനെ നമ്മൾ കൂന പോലെ വെക്കത്തില്ല, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ബെഡിലേക്ക് ഇട്ടത് കൂടാതെ ഒരു 50 to 100 എർത്ത് വേംസ് എന്നുള്ള രീതിയിൽ അവിടെയും അറേഞ്ച് ചെയ്യാം. ഓക്കെ. പിന്നെ പറയാനായിട്ടുള്ളത്, ഇതൊരു മോയിസ്റ്റ് കണ്ടീഷനിൽ മാത്രമേ നടക്കുള്ളൂ. ഈ ഒരു വെർമി കമ്പോസ്റ്റ് പ്രിപ്പറേഷൻ എപ്പോഴും ഒരു മോയിസ്റ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു നനവ് എപ്പോഴും അവിടെ വേണം. നമ്മൾ പറഞ്ഞു പ്രോപ്പർ വാട്ടറിങ് ഷുഡ് ബി ഡൺ എന്നുള്ളൊരു പോയിൻ്റ് പറഞ്ഞു. അതായത് നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർലി വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു മോയിസ്റ്റ് കണ്ടീഷനിൽ മാത്രമേ ഈ ഡീകമ്പോസിഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ഡ്രൈ കണ്ടീഷനിൽ ഇതെന്ത് ചെയ്യില്ല, വർക്കായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ എർത്ത് വേംസിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് എർത്ത് വേം വിൽ ബിഗിൻ കൺസ്യൂമിങ് ദ ഓർഗാനിക് മാറ്റർ ആൻഡ് ലീവ് റിച്ച് കാസ്റ്റിങ്സ് ബിഹൈൻഡ്. പിന്നെ എന്ത് ചെയ്യും, ഈ എർത്ത് വേംസ് ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും, അതായത് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ദെൻ ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർമി കമ്പോസ്റ്റ് ഡീകമ്പോസിഷൻ പ്രോസസ്സ് നടക്കുന്നു, നമുക്ക് എങ്ങനെ അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻഡ് റിസൾട്ട് നമുക്ക് അക്വയർ ചെയ്തെടുക്കാം എന്നുള്ള ഇതാണ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലും പോയിൻറ്റ്സ് വരുന്നുണ്ട്, നോക്കാം. സ്റ്റോപ്പ് വാട്ടറിങ് ബിഫോർ 1 വീക്ക് ഓഫ് ഹാർവെസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു കണക്ക് പറഞ്ഞല്ലോ, ഒരു 35 to 40 ഡേയ്സ് അല്ലെങ്കിൽ 35 to 45 ഡേയ്സ് നമ്മൾ ഒരു കണക്ക് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഡീകമ്പോസിഷനൊക്കെ നടന്നു കഴിയുമ്പോഴത്തേനും ഈ ഓർഗാനിക് മെറ്റീരിയലിൻ്റെ കളറ് ബ്ലാക്ക് കളറായിട്ട് മാറും. ദെൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിക് മെറ്റീരിയൽ ചോപ്പായിട്ടാണ്, അതായത് കറക്റ്റായിട്ടുള്ള ഷേപ്പോ ഗ്രെയിൻ സൈസോ ഒന്നും നോക്കിയിട്ടല്ല, വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നൈഫ് വെച്ച് ചോപ്പ് ചെയ്തിടുന്നു. ആ ഒരു മെത്തേഡ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പോൾ കറക്റ്റായി ഡീകമ്പോസിഷൻ നടന്ന് ആ ഒരു പീരീഡ് ഓഫ് ടൈം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഗാനിക് മെറ്റീരിയലിൻ്റെ കളറ് ബ്ലാക്ക് ആയിട്ട് മാറുകയും അത് ഗ്രെയിൻ സൈസിൽ കാണപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ ഗ്രാനുലാർ ഫോമിൽ കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ഏകദേശം കമ്പോസ്റ്റ് റെഡിയായി തുടങ്ങി. അങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ പ്രൊഡക്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് 1 വീക്ക് മുന്നേ എന്ത് ചെയ്യുക, വാട്ടറിങ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ വാട്ടർ സപ്ലൈ അതിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. All the worms spread across the pit come in closer and form balls into 2-3 location inside of the pit. അപ്പോൾ ഡീകമ്പോസിഷൻ ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ എർത്ത് വേംസിൻ്റെ റോൾ അവിടെ കഴിഞ്ഞു അല്ലേ. എർത്ത് വേംസിൻ്റെ മെയിൻ റോൾ എന്തായിരുന്നു, ഓർഗാനിക് മെറ്റീരിയലിനെ കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്നുള്ള പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻസിലേക്ക് ഇങ്ങനെ കളക്റ്റീവായിട്ട് കൂടിയിരിക്കാനായിട്ട് നോക്കും. ദെൻ ഹീപ്പ് ദ കമ്പോസ്റ്റ് ബൈ റിമൂവിങ് ദി ബോൾസ്. അതായത് പിന്നെ നമുക്ക് ആ കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ കിട്ടുന്ന എൻഡ് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹീപ്പായിട്ട് ഇങ്ങനെ മൺകൂനയൊക്കെ കൂട്ടി വയ്ക്കൂലേ. ഇവിടെ മൺകൂനാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹീപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കളക്റ്റീവ് ഇതുപോലെ ഒരു കൂന പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കൂട്ടി വയ്ക്കും.
ദെൻ ഈ മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് സീവ് ചെയ്തെടുക്കണം, ഒന്ന് അരിച്ചെടുക്കണം. അതിലെന്തെങ്കിലുമൊക്കെ വേറെ കരടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്യുവർ ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സീവിങ് എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോകും. Then the material is sieved in 2 millimeter sieve. The material that passed through the sieve is called vermicompost. അപ്പോൾ നമ്മുടെ വെർമികമ്പോസ്റ്റ് പ്രിപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഡീകമ്പോസിഷൻ കഴിഞ്ഞു, എർത്ത് വേംസിൻ്റെ റോള് കഴിഞ്ഞു, നമ്മൾ ആ എൻ പ്രൊഡക്റ്റിനെ ഒരു ഹീപ്പാക്കി വെക്കുന്നു. ദെൻ അതെന്ത് ചെയ്യണം, ഒരു 2 millimeter, അതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ചില ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് പിക്ക് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഡീകമ്പോസ് ചെയ്യാത്ത മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഹാൻഡ് പിക്ക് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സീവിങ് എന്നുള്ള മെത്തേഡിലേക്ക് പോകുന്നു, അരിച്ചെടുക്കുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞ് കിട്ടുന്ന എൻ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിയലി വെർമി കമ്പോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ വെർമി കമ്പോസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഈ വെർമി കമ്പോസ്റ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെക്കാൻ ഏറ്റവും നമുക്ക് യൂസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വേ എന്ന് പറഞ്ഞാൽ പോളിത്തീൻ ബാഗ്സ് ആണ്. പോളിത്തീൻ ബാഗ്സിൽ കവർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാം, സമയങ്ങളിൽ എത്ര എമൗണ്ട് ആണോ വേണ്ടത് അതിനും എന്തുണ്ട്, ഒരു പ്രത്യേക കണക്കുണ്ട്. അതായത് ഇപ്പോൾ വലിയ മരങ്ങൾക്ക് ഇടുന്ന അളവിലായിരിക്കത്തില്ല ചെറിയ ചെടികൾക്ക് ഇടുന്നത്, വെജിറ്റബിൾസിന് ഇടുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ഈ വെർമി കമ്പോസ്റ്റ് നമ്മൾ ചെടികളിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ നമ്മുടെ എന്ത് കഴിഞ്ഞു, വെർമി കമ്പോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിനു മുന്നേ സീവിങ് എന്നുള്ളൊരു പ്രോസസ്സിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കാണാമല്ലോ, ആ ബാക്കിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ബ്ലോക്സ് പോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഓരോ ബെഡ്. അപ്പോൾ അങ്ങനെ ഓരോ ബെഡ് നമ്മളുണ്ടാക്കി. ഇതിപ്പോൾ ശരിക്കും പിറ്റ് മെത്തേഡാണെന്ന് നമുക്ക് പറയാം, അല്ലെ, ഒരു ചെറിയ പിറ്റ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ലെയറാക്കി ഓർഗാനിക് മെറ്റീരിയൽസ് ഇടാൻ പാകത്തിന് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അവിടെ ആ ഒരു ഒരു ആളിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പോസ്റ്റ് സീവ് ചെയ്യുന്നുണ്ട്, അതായത് ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും ഫ്രണ്ടിൽ 3 ഹീപ്പായി കിടക്കുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഡീകമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഫൈനൽ ഫോമിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനകത്ത് പല സൈസിലാണുള്ളത്, അല്ലേ, ചിലതൊന്നും ഡീകമ്പോസ് ചെയ്തിട്ടില്ല. അതിൽ കുറച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡ് പിക്ക് ചെയ്ത് കളയാനായിട്ടൊക്കെ പറ്റുള്ളൂ. പക്ഷേ അതിനെ പെർഫെക്റ്റ് ആയിട്ട് സീവ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഹീപ്സ് കണ്ടോ, 3 എണ്ണം, ആ ആളിരിക്കുന്നതിൻ്റെ അടുത്ത് ആളുടെ കയ്യിൽ സീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പയുണ്ട്, അതിലിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡീകമ്പോസ് ചെയ്യാത്ത വെർമി കമ്പോസ്റ്റിൻ്റെ ഫോമിനെ സീവ് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു, ഗ്രാനുലാർ ഫോമിലുള്ള വെർമി കമ്പോസ്റ്റ് എൻ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കുക, നമുക്ക് എങ്ങനെയാണ് എൻ പ്രൊഡക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ചിലർ ഇപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് പക്ഷേ കൃഷിയിടങ്ങളിലേക്ക് നമുക്ക് ഈ വളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ് ഷോപ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീടുകളുടെ അടുത്താണെങ്കിലും ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, പ്ലാന്റ്സിനെ വീട്ടിൽ വളർത്തുക, ഗാർഡനിങ് ഒക്കെ ഒത്തിരി പേരുടെ ഹോബി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്മോൾ സ്കെയിൽ യൂണിറ്റിൽ ഈ കമ്പോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ളതിൻ്റെ ഡിമാൻഡും കൂടി. അപ്പോൾ ചിലവരൊക്കെയെങ്കിലും വീടുകളിൽ വാങ്ങിയിട്ടുണ്ടാവും, പെർ പാക്കറ്റ് 150-200 ഒക്കെയാണ് വാങ്ങുന്നത് 1 കിലോഗ്രാമിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചെറിയ ഗ്രെയിൻ ഫോമിലല്ല, അല്ലെങ്കിൽ ഗ്രാനുലാർ ഫോമിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു വെർമി കമ്പോസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു പിക്ചർ ജസ്റ്റ് എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ദെൻ അതിൻ്റെ പാക്കിംഗ് ആണ്, ഇത് ഇൻഡസ്ട്രി ബേസിസിലാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു പോളിത്തീൻ ബാഗിലാണ് ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത്. ദെൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രക്കിൽ കയറ്റി വിടുന്നു. അതിപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ വലിയ കമ്പനീസിന് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വീടുകളുടെ അടുത്ത് പ്ലാന്റ് ഷോപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കവിടെ വേണമെങ്കിൽ പോയി ചോദിക്കാം, ഞങ്ങളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വീട്ടിലിങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻകം അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതിൻ്റെ ടേൺ ഓവറാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എത്ര ഓർഗാനിക് മെറ്റീരിയൽ ഉപയോഗിച്ചാലും അത് മുഴുവൻ നമുക്ക് കൺസ്യൂം ചെയ്തിട്ട് വെർമി കമ്പോസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ, കുറേയൊക്കെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻസ് ആയിട്ട് പോവും. വേസ്റ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള എയറേഷൻ ഉണ്ടാവില്ല, വാട്ടർ സപ്ലൈ ഉണ്ടാവില്ല.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസ് കൊണ്ട് ചിലപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകമ്പോസ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇഫ് 100% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് മെറ്റീരിയലിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 75% മാത്രമായിരിക്കും നമുക്ക് യൂസ്ഫുൾ ഫോമിലേക്ക് കിട്ടുക. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു മെഷർമെൻറ്റ് പറയുന്നതാണ്, 1000 കിലോഗ്രാം നമ്മൾ മെറ്റീരിയൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ പിറ്റിലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ 3/4 പാർട്ടായിട്ടുള്ള 750 കിലോഗ്രാമാണ് യൂസ്ഫുൾ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനെ ഓർത്താൽ മതി, നമ്മൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് അതിൻ്റെ, അല്ലെങ്കിൽ എത്ര ഓർഗാനിക് മെറ്റീരിയൽ, എത്ര കിലോഗ്രാം ഓർഗാനിക് മെറ്റീരിയലാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് 75% മാത്രമേ നമുക്ക് യൂസ്ഫുൾ ഫോമിലേക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ദെൻ കൺവേർഷൻ റേറ്റ്സ് ആണ് പറയുന്നത്. നമ്മൾ ഈ 1000 അല്ലെങ്കിൽ 2000 എർത്ത് വേംസിന് ഈ പിറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എത്ര വെച്ച് ഡീകമ്പോസ് ചെയ്യും അതാണ് പറയുന്നത്. 1000 എർത്ത് വേംസ് മേ കൺവേർട്ട് 5 കിലോഗ്രാം വേസ്റ്റ് മെറ്റീരിയൽസ് പെർ ഡേ. അപ്പോൾ 1000 എർത്ത് വേംസ് 5 കിലോഗ്രാം ഡീകമ്പോസ് ചെയ്യും എന്നുള്ളൊരു റേറ്റിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1000 വേംസ് വെയ്സ് എബൌട്ട് എ കിലോഗ്രാം. ഈ 1000 എർത്ത് വേംസിനെ നമ്മൾ ഒരുമിച്ച് വെച്ച് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോഗ്രാമിനടുത്ത് വരും. അപ്പോൾ ആ 1 കിലോഗ്രാം ഉള്ള എർത്ത് വേംസിന് എത്ര കിലോഗ്രാം മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും? 5 കിലോഗ്രാം മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ കൺവേർഷൻ റേറ്റ്. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ റേറ്റ് ഞാൻ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഓരോ ക്രോപ്സിനും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓരോ പ്ലാന്റ്സിനും ഓരോ ട്രീസിനും പല രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വീടുകളിൽ. ഇപ്പോൾ അതൊരു ഗാർഡനിങ് ഒരു ഹോബിയല്ലേ. ഇപ്പോൾ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം അങ്ങോട്ട് കുത്തി ഒഴിക്കത്തൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും എന്തുണ്ട്, പ്രോപ്പറായിട്ട് എത്ര വാട്ടർ കിട്ടണം അല്ലെങ്കിൽ എത്ര വാട്ടർ കണ്ടൻറ്റ് വേണം എന്നുള്ള രീതിയിൽ ഒരു കണക്കുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Application rate, it can be applied in any crop at any stage, but it would be more beneficial if mixed in soil after broadcasting. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് ഇതിനൊരു സീസൺ ഒന്നുമില്ല, പർട്ടിക്കുലർ സീസണിൽ ഇടാമുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തോന്നുകയാണ് കുറച്ച് കമ്പോസ്റ്റ് ഇതിന് ഇട്ടേക്കാം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഡയറക്റ്റ് ഈ പ്ലാന്റിൽ ഇടുന്നതിൽ നല്ലത് സോയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ റേറ്റ് പറയുന്നുണ്ട്. ഫീൽഡ് ക്രോപ്സ്, വെജിറ്റബിൾ, ഫ്ലവർ പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, അതിന് നിങ്ങളൊക്കെ മെഷർമെൻ്റ് അല്ലെ ആ കണക്ക് നോക്കിയാൽ അറിയാം. ഫീൽഡ് ക്രോപ്സിന് 5 to 6 ആണ്, വെജിറ്റബിൾസിന് 10 to 12 ആണ്, ഫ്ലവർ പ്ലാന്റ്സിന് 100 to 200 gram per square feet ആണ്, ഫ്രൂട്ട് ട്രീസിന് 5 to 10 കിലോഗ്രാം പെർ ട്രീ ആണ്. ഒരു ട്രീക്ക് 5 മുതൽ 10 കിലോഗ്രാം വരെ ഇടാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഓരോ ക്രോപ്സിനും എന്തുണ്ട്, അതിൻ്റേതായ അല്ലെങ്കിൽ അതിന് റിക്വയർ ആയിട്ടുള്ള കമ്പോസ്റ്റിൻ്റെ റേറ്റ് ഉണ്ട്. അതനുസരിച്ചിട്ട് കൊടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ എപ്പോഴും നമ്മളിത് എന്ത് ചെയ്യണമെന്നില്ല, ഒബേ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വളം ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് കണക്കാണ്. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇച്ചിരി കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് വെർമി കമ്പോസ്റ്റാണ്. വെർമി കമ്പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ റോ മെറ്റീരിയൽസ് അന്വേഷിച്ചിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഉണ്ടാക്കണം, നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിലും അല്ലെങ്കിൽ ആ പ്രൊസീജിയറിലേക്ക് പോകുന്നതിലും ചിലവ് അതിൻ്റെ റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാനായിരിക്കും. പക്ഷേ ഇതെന്താണ്, വളരെ എക്കോ ഫ്രണ്ട്ലിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന എന്ത് മാത്രമേ ഉള്ളൂ, റോ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലീഫ് യൂസ് ചെയ്യാം, അതേപോലെ സ്റ്റെം യൂസ് ചെയ്യാം, എന്ത് കിച്ചൺ വേസ്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം, വെജിറ്റബിൾ റിമെയിൻസ് യൂസ് ചെയ്യാം, കൗഡങ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ വാട്ടർ, ഇതെല്ലാം നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റോ മെറ്റീരിയൽസ് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ഫസ്റ്റ് തന്നെ ഉള്ള അഡ്വാൻറ്റേജ് ജനറലി പറയുകയാണെങ്കിൽ കേട്ടോ. ദെൻ വേറൊരു അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം സ്ഥലമുണ്ടോ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഇത് പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമുക്ക് 100 കിലോഗ്രാം കമ്പോസ്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ 80 കിലോഗ്രാം കമ്പോസ്റ്റ് ഉണ്ടാക്കണം എന്നാരും നമ്മളോട് പറയത്തില്ല.
നമ്മുടെ ക്രോപ്സിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്ഥല സൗകര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രൊസീജിയേഴ്സ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഒരു ലെയറിൽ നമ്മൾ സോഫ്റ്റ് ലീവ്സ് ഇടുന്നു, അടുത്ത ലെയറിൽ നമ്മൾ ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള തിക്ക് ലീവ്സ് ഇടുന്നു, അടുത്ത ലെയറിൽ നമ്മൾ കൗഡങ്ങും വാട്ടറും ഇടുന്നു. ഇതിനൊന്നും നമുക്ക് എന്തില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ലേ. നമ്മൾ ജസ്റ്റ് ഇത് കളക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ബെഡ് പോലെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാളുടെ സൂപ്പർവിഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഈസിയായി ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ബെനിഫിഷ്യലായിട്ടുള്ള അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറലാണ് അല്ല, ഇതിൽ എക്സ്ട്രാ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ക്രോപ്സിന് വരാൻ പോകുന്നില്ല. കംപ്ലീറ്റ്ലി എന്താണ് നാച്ചുറൽ അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ദൂഷ്യഫലവും എന്ത് ചെയ്യുന്നില്ല, ഈ ക്രോപ്സിന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ്. അപ്പോൾ നമുക്ക് ഓരോ അഡ്വാൻറ്റേജസ് ആയിട്ട് നോക്കാം. വെർമി കമ്പോസ്റ്റ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്, വിറ്റമിൻസ്, എൻസൈംസ്, ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഗ്രോത്ത് ഹോർമോൺസ്. സോ ഇറ്റ് ഗീവ്സ് ഡിസീസ് റെസിസ്റ്റൻസ് ടു പ്ലാന്റ്സ്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഇതിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റിനെ പറ്റി പറഞ്ഞു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, NPK ഇവരുടെ 3 പേരുടെയും പ്രസൻസ് എന്തിലുണ്ട്, ഈ വെർമി കമ്പോസ്റ്റിലുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവർ 3 പേരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെന്താണ്, ഗ്രോത്ത് ഹോർമോൺസ് ആണ്. പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഇവർക്ക് വിറ്റമിൻസും ന്യൂട്രിയൻസും എൻസൈംസും ആൻറ്റിബയോട്ടിക്സും ഒക്കെ അതിലൊക്കെ റിച്ചാണ് ഈ വെർമി കമ്പോസ്റ്റ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് അധികം എന്തുണ്ടാവില്ല, ഡിസീസുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ വെർമി കമ്പോസ്റ്റിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ഒരു ഡിസീസ് റെസിസ്റ്റൻ്റ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പോയിൻറ്റ്, ന്യൂട്രിയൻ കണ്ടൻറ്റ് ഓഫ് വെർമി കമ്പോസ്റ്റ് ഈസ് ഹയർ ദാൻ ട്രഡീഷണൽ കമ്പോസ്റ്റ്. ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ കമ്പോസ്റ്റായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൗഡങ്ങാണ് അല്ലേ. നമ്മൾ എല്ലാ ചെടികൾക്കും കൊണ്ടുപോയി എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ചാണകം കൊണ്ടുപോയി ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടിടുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചപ്പ് വാരിയിടും അല്ലേ, നമ്മൾ കരിയിലയുടെ റിമെയിൻസ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, ഓരോ ചെടികളുടെ ചുവട്ടിലേക്ക് ഇടാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് ബെനിഫിഷ്യറിയാണ് വെർമി കമ്പോസ്റ്റ്. കാരണം വെർമി കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും കളക്റ്റീവായിട്ടുള്ളൊരു മിക്സ്ചറാണ്. അതായത് സോയിൽ കണ്ടൻ്റ് ഉണ്ട്, അതേപോലെ നമ്മുടെ എർത്ത് അതിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, ദെൻ ലീവ്സിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, കൗഡങ് കണ്ടൻ്റ് ഉണ്ട്, വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും കളക്റ്റീവ് കണ്ടൻറ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് ന്യൂട്രിയൻ്റ് ഉള്ളതുകൊണ്ട് വെർമി കമ്പോസ്റ്റിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട് മറ്റുള്ള ട്രഡീഷണൽ കമ്പോസ്റ്റുകളെ വെച്ചിട്ട്. ദെൻ it is a valuable soil amendment. Then vermicompost harbors certain microbial populations that help in N fixation and P solubilization. നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സ് ഇൻ ബാക്ടീരിയ അങ്ങനെയുള്ള കേസൊക്കെ നമ്മൾ ബയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അതേപോലെ ഫോസ്ഫറസ് സോലുബിലൈസേഷൻ, ഇതിനെല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ വെർമി കമ്പോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, NPK നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം ഇവരുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇവരുടെ റിച്ച്നെസ് എന്തിൽ കൂടുതലാണ്, ഈ വെർമി കമ്പോസ്റ്റിൽ കൂടുതലാണ്. ദെൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ എൻഹാൻസസ് നോഡുലേഷൻ ഇൻ ലെഗ്യൂംസ് ആൻഡ് സിംബയോട്ടിക് മൈക്രോറൈസൽ അസോസിയേഷൻ വിത്ത് ദി റൂട്ട്സ്. അതായത് ഗ്രോത്തിൻ്റെ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഗ്രോത്ത് ഹോർമോണായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ superiority of vermicompost over other synthetic growth media is more pronounced in plant nurseries. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്ലാന്റ് നഴ്സറീസ് നമ്മുടെ ഇവിടെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഗാർഡനിങ് ഒക്കെ പലരും ഒരു ഹോബി ആയിട്ട് എടുത്തു. ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും നമ്മൾ വാങ്ങി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പ്ലാന്റ് നഴ്സറീസിലും അവർ കൂടുതലും എൻകറേജ് ചെയ്യുന്നത് ഇതേപോലെയുള്ള നാച്ചുറൽ കമ്പോസ്റ്റുകളെയാണ്. ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും, നേരത്തെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ഈ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യും. പക്ഷേ പ്ലാന്റ് നഴ്സറിയിൽ ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്തിനെ എൻകറേജ് ചെയ്യുള്ളൂ, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കമ്പോസ്റ്റുകളെ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള കമ്പോസ്റ്റുകളൊക്കെയാണ് അവർ എൻകറേജ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് റൂട്ടിംഗ് മീഡിയം ആൻഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സാപ്ലിങ്സ് ഇൻ നഴ്സറീസ്. ഈ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ സാപ്ലിങ്സ് ഉണ്ടാക്കണം, തൈകൾ ഉണ്ടാക്കണമെങ്കിൽ ആ തൈകൾ ഉണ്ടാക്കുന്നതിൻ്റെ സോയിലിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു തൈ നടുമ്പോൾ സോയിലിൻ്റെ കൂടെ നമ്മൾ എന്ത് മിക്സ് ചെയ്യാറുണ്ട്, ഈ കമ്പോസ്റ്റ് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ഗ്രോത്ത് ഹോർമോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഇംപ്രൂവ് ടേസ്റ്റ്, ലെസ്റ്റർ ആൻഡ് കീപ്പിംഗ് ദ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡ്യൂസ്. അതായത് നമുക്ക് എന്ത് പ്രൊഡക്റ്റാണോ ഉണ്ടാവുന്നത്, ഇപ്പോൾ നമ്മളൊരു വെജിറ്റബിൾ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹൗസ് ഹോൾഡ് പർപ്പസിൽ വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പോൾ ബ്രിഞ്ചാൾ എക്സെട്ര, അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ബ്രിഞ്ചാളിനെ എടുക്കുക. നമ്മൾ വഴുതനങ്ങയുടെ ചെടിയിൽ ഈ കമ്പോസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ വഴുതനങ്ങ, അതിൻ്റെ എൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണല്ലോ ആ ചെടിയിൽ നിന്ന് കിട്ടുക. അതിൻ്റെ ടേസ്റ്റ്, ലെസ്റ്റർ, അതിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ് ഹാസ് ഇമ്മൊബിലൈസ്ഡ് എൻസൈം ലൈക്ക് പ്രോട്ടിയേസ്, ലിപ്പേസ്, അമിലേസ്, സെല്ലുലേസ് ആൻഡ് കൈറ്റിനേസ് which keep on their function of biodegradation of agricultural residues in the soil so that further microbial attack is speeded up. അതായത് ഇതെല്ലാം റിച്ച് ഇൻ എൻസൈം ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഗ്രോത്ത് ഹോർമോൺ പറഞ്ഞ പോലെ തന്നെ എൻസൈമിൻ്റെ ആവശ്യമുണ്ട് അല്ലേ, പ്രോപ്പർ ഗ്രോത്തിനും അതേ പ്രോപ്പർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ എൻസൈംസിന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രോട്ടിയേസ്, ലിപ്പേസ്, അമിലേസ്, സെല്ലുലേസ് ആൻഡ് കൈറ്റിനേസ്, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെർമി കമ്പോസ്റ്റിൽ റിച്ച് ആയിട്ട് പ്രസൻ്റ് ആയിട്ടുണ്ട്. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഫൗൾ ഓർഡർ അസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാനുവേഴ്സ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് വേസ്റ്റ്. ഇതിലങ്ങനെ ഒരു ഫൗൾ ഓർഡറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരാറില്ല. കാരണം എല്ലാം എന്ത് ചെയ്യുന്നതാണ്? ഡീകമ്പോസ് ചെയ്ത് ഡീക്കേ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് മെറ്റീരിയൽസ് ആണ്. സോ ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ദെൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. ഏതൊരു ടെക്നോളജിക്കും അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലേ. ഡിസഡ്വാൻറ്റേജസ് ഓഫൺ നമ്മൾ എപ്പോഴും നോക്കാറില്ല. കാരണം നമ്മുടെ വീടുകളിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോമൺലി നമ്മൾ എന്ത് ചെയ്യാറില്ല? ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ പറ്റി അത്ര ചിന്തിക്കാറില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഞാൻ 3 പോയിൻ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ടൈമാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. അതായത് ഞാനൊരു പീരീഡ് പറഞ്ഞു, 35 to 40 days. ആ 40 days നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കണം. നമ്മുടെ ടൈമും പോവും. കാരണം പ്രോപ്പറായിട്ട് വാട്ടറിങ് നടത്തണം. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ആ എൻ പ്രൊഡക്റ്റ് നല്ലവണ്ണം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടൈം അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതി പറയാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. ദെൻ ഓർഡർ. ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജിൽ പറഞ്ഞു അധികം എന്ത് ചെയ്യില്ല, ഫൗൾ ഓർഡർ വരില്ല. പക്ഷെ ഫൗൾ ഓർഡർ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ എയറേഷൻ നടന്നിട്ടില്ലെങ്കിൽ, വാട്ടർ സപ്ലൈ കറക്റ്റായിട്ട് ഈച്ച് ആൻഡ് എവറി മോളിക്യൂൾ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി മെറ്റീരിയലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഫൗൾ ഓർഡർ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കൗഡങ്ങൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അതിലേക്ക് വാട്ടർ സപ്ലൈ കിട്ടിയില്ല, എയറേഷൻ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്ത് വരും? ഫൗളായിട്ടുള്ള ഓർഡർ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ മെയിൻ്റനൻസ് ആണ്. ഓക്കെ, മെയിൻ്റനൻസ് എന്ന് പറയാൻ കാരണം ഓൾറെഡി നമ്മൾ പ്രിപ്പറേഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു ഒരു അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്രോക്സിമേറ്റ്ലി 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് പറയുന്നത്. 18 to 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോളിത്തീൻ ബാഗ് വെച്ച് ആ പിറ്റൊക്കെ കവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ബെഡിൻ്റെ മേലെ കവർ ചെയ്ത് ഇടേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ മെയിൻ്റനൻസ് നമുക്കൊരു പ്രശ്നമാണ്. അപ്പോൾ 3 പോയിൻ്റാണുള്ളത് ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാൻ. ഫസ്റ്റ് വൺ ടൈം കൺസ്യൂമിങ് ആണ്. സെക്കൻഡ് വൺ ഫൗൾ ഓർഡർ ഉണ്ടാവും. തേർഡ് വൺ മെയിൻ്റനൻസ് പ്രോബ്ലമാണ്. അപ്പോൾ ഇത് 3 മെയിനായിട്ടും ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെഷനെ ഒന്ന് സമപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മളിവിടെ കണ്ടത് വെർമി കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റിംഗ് ടെക്നോളജിയുടെ മെയിൻ പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, അതിൻ്റെ കൺവേർഷൻ റേറ്റ്സ്, അതിൻ്റെ എൻ പ്രൊഡക്റ്റ് നമുക്ക് എത്ര പെർസെൻറ്റേജ് വരെ നമുക്ക് യൂസ്ഫുൾ ഫോമിലേക്ക് കിട്ടും, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെർമി കമ്പോസ്റ്റിംഗ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ യൂട്യൂബ് വ്ളോഗേഴ്സ് ഇഷ്ടംമാതിരി ഉണ്ട്, കൃഷിയോട് താല്പര്യമുള്ളവരൊക്കെ. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യണം, നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ, നമുക്കിപ്പോൾ റോ മെറ്റീരിയൽസിനൊന്നും എന്തില്ല, വേറെ അവൈലബിലിറ്റിയുടെ ഒന്നും പ്രശ്നമില്ല, എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം, സക്സസ് ആവുമോ, അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ നല്ലതായിരിക്കും. എന്നിട്ട് വീട്ടിലിങ്ങനെ പറയുക, നമുക്ക് ഉണ്ടാക്കി നോക്കാം, നമുക്കും ഇനിഷ്യേറ്റീവ് എടുക്കാം കേട്ടോ.
നമുക്ക് ഉണ്ടാക്കി നോക്കാം, ഗാർഡനിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ ഹൗസ് ഹോൾഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് അഡാപ്റ്റ് ചെയ്ത് നമുക്ക് എൻഡ് റിസൾട്ട് കിട്ടി, നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇതുണ്ടാക്കി സക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പോൾ പറഞ്ഞ പോലെ പ്ലാന്റ് നഴ്സറീസ് അല്ലെങ്കിൽ അടുത്തുള്ള ഗാർഡൻ സ്റ്റോഴ്സ് അങ്ങനെയുള്ളിടത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഞങ്ങളിങ്ങനെ കമ്പോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ആവശ്യമുണ്ടോ? ഏകദേശം 1 കിലോഗ്രാമിന് 150 to 200 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സെയിലൊക്കെ നടക്കുന്നത് പ്ലാന്റ് നഴ്സറിയിൽ. അപ്പോൾ നമുക്ക് വേറെ ചിലവുകളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് കുറച്ച് ടൈം കൊടുത്ത് ഇതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഒരു ഇൻകം എന്നുള്ള രീതിയിലും എന്ത് ചെയ്യാം, ഇതിനൊരു സോഴ്സായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇതിനോട് കൂടെ നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോയുടെ ചെറിയൊരു പാർട്ട് ഇതിനോടുകൂടെ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ പ്രൊസീജിയറും പ്രിപ്പറേഷൻ മെത്തേഡ്സൊക്കെ കൂടുതൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണ രീതിയാണ് മണ്ണിര കമ്പോസ്റ്റ്. ജൈവകൃഷി ചെയ്യുന്നവർക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണിത്. വീഞ്ഞപ്പെട്ടിയോ വലിപ്പമുള്ള പ്ലാസ്റ്റിക് ബേസിനോ മൺചട്ടിയോ ഒക്കെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീഞ്ഞപ്പെട്ടി ആണെങ്കിൽ 45 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയും 45 സെൻറ്റിമീറ്റർ പൊക്കവും ഉള്ളതാണ് നല്ലത്. വീഞ്ഞപ്പെട്ടി യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അടിയിൽ വിരിക്കുക, അല്ലെങ്കിൽ പെട്ടി ചീത്തായിട്ട് പോകും, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റാതെയാവും. അതുകൊണ്ടാണത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്ലാസ്റ്റിക് പാത്രമോ ചട്ടിയോ ഉപയോഗിക്കുന്നവർ വെള്ളം പോകാനായിട്ട് 2 ഹോൾസ് ഇടുക. നമ്മൾ ഈ കമ്പോസ്റ്റ് ബോക്സ് 2-3 ഇഷ്ടികയുടെ മുകളിൽ ഒന്ന് പൊക്കി വയ്ക്കുകയാണെങ്കിൽ താഴേക്ക് ഒഴുകി വരുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. ഇത് ചെടികൾക്ക് ഉപയോഗിക്കാനും കഴിയും. ഈ കിട്ടുന്ന വെർമി വാഷ് ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ്. ആദ്യം 5 സെൻറ്റിമീറ്റർ ഘനത്തിൽ മണൽ നിരത്തുക. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ ഘനത്തിൽ നനച്ച ചകിരി വിരിക്കുക. അതായത് കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ചകിരി എടുക്കുക. അതിൻ്റെ മുകളിലായി 3 ഇഞ്ച് ഘനത്തിൽ മണ്ണിരയോട് കൂടിയ കമ്പോസ്റ്റ് ഒരേ രീതിയിൽ, അതായത് ഒരേ ഘനത്തിൽ എല്ലായിടത്തും വരത്തക്ക വിധത്തിൽ വിരിക്കുക. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ആഫ്രിക്കൻ മണ്ണിര. അതുപയോഗിക്കാം. മണ്ണിരയെ മാത്രമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ, അതായത് കമ്പോസ്റ്റ് ഇല്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് ചാണകം പൊടിച്ചത് വിതറിയ ശേഷം മണ്ണിരയെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ദിവസവും അടുക്കള മാലിന്യങ്ങൾ ഇടാവുന്നതാണ്. 3-4 ദിവസം കൂടുമ്പോൾ എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പറോ അഴുകിയ ചവറോ ഇലകളോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിനു മുമ്പ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ചോറും ഇറച്ചി മീനും ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് പുഴു വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റിൽ ആ പ്രശ്നമില്ല. ചപ്പുചവറുകളും പച്ചക്കറി വേസ്റ്റും ഇറച്ചി മീൻ എന്നിവയുടെ വേസ്റ്റും ബാക്കി വരുന്ന ചോറും എല്ലാം ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ഇടാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ, പ്ലാസ്റ്റിക് ഒരിക്കലും ഇടരുത്. അതേപോലെ തന്നെ നാരങ്ങ, പുളി ചേർന്ന കറികൾ, എരിവ് കൂടിയ കറികൾ, ഇതൊന്നും ഇതിൻ്റെ അകത്തോട്ട് ഇടരുത്. അപ്പോൾ നമ്മൾ വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഇതിൽ ചേർക്കാം, എന്തൊക്കെ ചേർക്കാൻ പാടില്ല എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ കമ്പോസ്റ്റ് ബോക്സ് ഒരിക്കലും വെള്ളം വീഴുന്ന രീതിയിൽ വെക്കരുത്. വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ശക്തിയായ വെയിലേൽക്കുന്ന രീതിയിലും ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല. മണ്ണിരയുടെ വളർച്ചയ്ക്ക് ചെറിയ ഈർപ്പമുള്ള അന്തരീക്ഷവുമാണ് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ബോക്സ് മൂടി വെച്ച ശേഷം ഒരു ചാക്ക് നനച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിതിൽ വേസ്റ്റ് ഇട്ട് നിറഞ്ഞു എന്ന് കരുതുക. ഒന്ന് ഇളക്കി വെച്ച ശേഷം അനക്കാതെ ഒരു 3 ആഴ്ച വെച്ചിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറായിട്ടുണ്ടാകും. നമ്മുടെ ഈ ബോക്സിൽ നിന്ന് എങ്ങനെയാണ് മണ്ണിര കമ്പോസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ആദ്യം തന്നെ നമ്മളൊന്ന് വെയിലത്ത് വയ്ക്കുക, നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മണ്ണിര താഴേക്ക് ഇരിക്കാനാണ്. അപ്പോൾ നമുക്ക് മുകളിലുള്ള വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ശേഖരിക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. നമ്മുടെ മണ്ണിരകൾ നഷ്ടമാകുകയുമില്ല.
ലാസ്റ്റ് ലെയർ വരുമ്പോൾ അതെടുക്കാതിരിക്കുക. ആ പെട്ടി നമുക്ക് വീണ്ടും മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നിറയെയുള്ള ഒന്നാണ് മണ്ണിര കമ്പോസ്റ്റ്. അടുക്കള തോട്ടത്തിൽ ഉപയോഗിക്കാവുന്ന നല്ലൊരു ജൈവവളം. യാതൊരു മണവും ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം. അത് പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമുക്കിതിനെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കുമ്പോൾ തെറ്റിപ്പോയി അല്ലെങ്കിൽ ശരിയായില്ല എന്ന് കരുതിയിട്ട് ആരും നിരാശപ്പെടരുത്. വീണ്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒരു എക്സ്പെരിമെൻറ്റ് ബേസിലായിരുന്നു. കാര്യം നമ്മൾ ഉണ്ടാക്കിയത് ശരിയാവില്ല എന്നൊരു ഇതിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്തപ്പോൾ നന്നായിട്ട് കിട്ടി. ഇനി നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം മണ്ണിരയെ എവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കൃഷിലോകം എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം. മണ്ണിരയെ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്തുള്ള നഴ്സറികളിൽ തീർച്ചയായിട്ടും ഇത് ലഭ്യമാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടും ഇവിടെ നന്നായിട്ട് വളരുന്നതും ആഫ്രിക്കൻ മണ്ണിരയാണ്. അപ്പോൾ അതിനെ തന്നെ വാങ്ങുക. അതുപോലെ കാർഷിക സർവകലാശാലകൾ വഴിയൊക്കെ കിട്ടും. അതുപോലെ കൃഷി ഓഫീസുകൾ, നമ്മുടെ നാട്ടിൽ ഒത്തിരി കൃഷി ഓഫീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കോണ്ടാക്ട് ചെയ്യുന്നത് മണ്ണിര ലഭിക്കാനായിട്ട് എളുപ്പമായിരിക്കും. കർഷകൻ്റെ മിത്രമാണ് മണ്ണിര. അപ്പോൾ പാടത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് മണ്ണിരയെ ശേഖരിക്കാൻ കഴിയും. ഈ പറഞ്ഞ ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടുന്ന കടകൾ, അതായത് ഫെർട്ടിലൈസേഴ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ടെങ്കിൽ അവിടെ തിരക്കുക. നമ്മുടെ നാട്ടിൽ എവിടെയാണ് മണ്ണിരയെ കിട്ടുക എന്ന് തീർച്ചയായിട്ടും അവർ ഇതിനൊരു ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അറിവുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു കൃഷി വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വെർമി കമ്പോസ്റ്റ് ടെക്നോളജി എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ, ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ് ഒക്കെ മെറീനയും അബിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെർമി കമ്പോസ്റ്റ് ടെക്നോളജി എന്നാൽ ജീർണിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിനെയാണ് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് അഥവാ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. മണ്ണിര എന്നാൽ നമുക്കറിയാം കർഷകൻ്റെ ചങ്ങാതി, സ്വാഭാവിക കലപ്പ എന്നിങ്ങനെയൊക്കെയാണ് മണ്ണിര അറിയപ്പെടുന്നത്. മണ്ണിര കമ്പോസ്റ്റിനെ ജയിക്കാൻ മറ്റൊരു ജൈവവളവുമില്ല. ഇത് കൊടുത്ത് വളർത്തുന്ന സസ്യങ്ങളുടെ അഴകും ആരോഗ്യവും അവ തരുന്ന വിളവും ഒന്ന് വേറെ തന്നെയാണ്. യൂഡ്രില്ലസ് യൂജീന അല്ലെങ്കിൽ ഐസീനിയ ഫെറ്റിഡ എന്നറിയപ്പെടുന്ന 2 തരം ആഫ്രിക്കൻ മണ്ണിരകളെയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നത്. ഇവ മണ്ണിൽ ജീവിക്കില്ല. ഇതിൽ വീടുകളിലും മറ്റും മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് അനുയോജ്യം താരതമ്യേന വലുപ്പം കുറഞ്ഞ യൂഡ്രില്ലസ് യൂജീനയാണ്. ഏറെ ശ്രദ്ധ ആവശ്യമുള്ള പ്രവൃത്തിയാണ് മണ്ണിര കമ്പോസ്റ്റ്, അതായത് വെർമി കമ്പോസ്റ്റ് നിർമ്മാണം. മണ്ണിരയുടെ അംഗസംഖ്യ കുറയുന്നതും അവ അപ്രത്യക്ഷമാകുന്നതും പലരുടെയും അനുഭവമാണ്. ആഫ്രിക്കൻ മണ്ണിരയുടെ പ്രത്യേകതകൾ അറിയാതെയുള്ള നിർമ്മാണമാണ് ഇതിന് കാരണം. ഈ മണ്ണിരകൾ അഴുകിയ ജൈവവസ്തുക്കൾ മാത്രമേ ഭക്ഷിക്കൂ. സ്വന്തം ശരീര ഭാരത്തിന് തുല്യമായ അത്രയും അഴുകിയ ജൈവ മാലിന്യങ്ങൾ ഭക്ഷിച്ച് അത് കാഷ്ടമായി പുറന്തള്ളുന്നു. ഇങ്ങനെ ലഭിക്കുന്ന കാഷ്ടമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇതിൽ വിത്തുകൾ നല്ല കരുത്തോടെ മുളച്ചു വരുന്നതും കാണാം. അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ മണ്ണിരയുടെ ആമാശയത്തിൽ വെച്ച് എൻസൈമുകളുടെ പ്രവർത്തനം മൂലം ജൈവ വസ്തുക്കൾ വേഗത്തിൽ പൊടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ അഥവാ എലമെൻറ്റ്സ് ചെടികൾക്കും അതുപോലെ സൂക്ഷ്മജീവികൾക്കും മൈക്രോ ഓർഗാനിസത്തിനും വേഗത്തിൽ അബ്സോർബ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് അത് മാറ്റപ്പെടും. ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുകയും തന്മൂലം മണ്ണിൻ്റെ ജൈവ ഗുണം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണ കമ്പോസ്റ്റ് 6 മാസം എടുക്കുമ്പോൾ മണ്ണിര കമ്പോസ്റ്റ് വെറും 2 മാസം കൊണ്ടാണ് പാകമാകുന്നത്. അതായത് പ്രാഥമിക മൂലകങ്ങൾക്ക് പുറമെ ചെടികൾക്ക് ആവശ്യമായ സൂക്ഷ്മ മൂലകങ്ങൾ
എൻസൈംസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് മണ്ണിര കമ്പോസ്റ്റ്. മറ്റൊരു പ്രത്യേകത, വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തോ അതിൻ്റെ പരിസരത്തോ യാതൊരുവിധ ദുർഗന്ധവും ഇല്ല എന്നതാണ്. പുരയിട അധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായത്തിൻ്റെ ഘടകമായ മട്ടുപ്ലാവ് കൃഷിയിലും മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം ഒരു അധിക വരുമാന മാർഗമായും കണക്കാക്കും. 1 കിലോ മണ്ണിര കമ്പോസ്റ്റിന് ഏകദേശം 20 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില. 1 കിലോഗ്രാം മണ്ണിരയ്ക്ക് 700 രൂപയും വിലയുണ്ട്. സംയോജിത കൃഷി സമ്പ്രദായത്തിലെ അവിഭാജ്യ ഘടകമായ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് മണ്ണിൻ്റെ പരിപോഷണത്തിനും പാരിസ്ഥിതിക സുസ്ഥിരത നിലനിർത്തുന്നതിനും അതിയായ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുപാടും അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഖരമാലിന്യങ്ങളിൽ നിന്നും പാഴ്വസ്തുക്കളിൽ നിന്നും കൃഷിക്ക് ആവശ്യമായ ജൈവവളം ഉണ്ടാക്കുന്നതിനുള്ള ഉത്തമ മാർഗമാണ് മണ്ണിര കമ്പോസ്റ്റ്. ദ്രവിക്കുന്ന മാലിന്യങ്ങളെ സംസ്കരിച്ച് സസ്യപോഷക വസ്തുക്കളാക്കി മാറ്റുവാൻ കമ്പോസ്റ്റ് നിർമ്മാണത്തിലൂടെ സാധ്യമാണ്. മറ്റ് കമ്പോസ്റ്റുകളെ അപേക്ഷിച്ച് മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഗുണം ഇത് 50 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കാമെന്നതാണ്. മറ്റ് കമ്പോസ്റ്റുകൾ തയ്യാറായി വരുന്നതിന് 3 മുതൽ 6 മാസം വരെ എടുക്കും. മണ്ണിരയുടെ ആമാശയത്തിൽ വെച്ച് തന്നെ ജൈവവസ്തുക്കൾ നന്നായി അരച്ചെടുക്കുന്നത് മൂലം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വേഗത്തിലാകുന്നു. എൻസൈമുകൾ ആക്ഷൻ അതിനെ വിഘടിപ്പിച്ച് അവയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെ ചെടികൾക്കും സൂക്ഷ്മാണുക്കൾക്കും എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ ഉള്ള രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെർമി കമ്പോസ്റ്റ് ടെക്നോളജിയെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജൈവവളമാണ് വെർമി കമ്പോസ്റ്റ്. രാസവളങ്ങളെ അപേക്ഷിച്ച് ജൈവവളങ്ങളുടെ പ്രസക്തി വളരെ അധികമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മണ്ണിൻ്റെ അസിഡിക് നേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും മണ്ണ് ബലഭൂയിഷ്ഠമാക്കാനായിട്ടും നമുക്ക് വെർമി കമ്പോസ്റ്റ് മുതലായ ജൈവവളങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ താങ്ക് യു. വരെ